സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം ഞാൻ ഓരോ ദിവസവും വരുമ്പോൾ ഇതുപോലെ പറയുന്നുണ്ടെങ്കിലും ഇത് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ എന്നുവെച്ചാൽ വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ടും ക്ഷമാപൂർവം കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ. അപ്പോൾ ചിന്തിക്കും പുരുഷന്മാർക്ക് വേണ്ടേ എന്ന് ചിന്തിക്കും. പുരുഷന്മാർക്ക് വേണം. എന്തുകൊണ്ടെന്നാൽ പുരുഷന്മാരുടെ ആണല്ലോ ഭാര്യ, പുരുഷന്മാരുടേതാണല്ലോ സഹോദരി, പുരുഷന്മാരുടേതാണല്ലോ അമ്മ. അപ്പോൾ അവർക്കും വേണ്ടേ? അവർക്കും വേണം. അവർ ഇത് കണ്ടിട്ട് അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്നല്ലേ? കഴിഞ്ഞൊരു തവണ ഞാൻ താലിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷയമാണ്, കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു വിഷയമാണ്, എന്തിനാണ് ഈ സീമന്തത്തിൽ കുങ്കുമം തൊടുന്നത് എന്നുള്ളത്. നമ്മൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സീമന്തത്തിൽ തൊടുന്നതിന് പിന്നിലൊരു ശാസ്ത്രീയമായിട്ടൊരു ഗുണമുണ്ട്. വെറുതെ ഒന്നും നമ്മുടെ ആചാര്യന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മുതുമുത്തശ്ശിമാരൊന്നും ഒരിക്കലും നമ്മളോട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ ആ പെൺകുട്ടികളുടെ 100% സീമന്തത്തിൽ കുങ്കുമം തൊടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് കുറേ ന്യായവാദങ്ങൾ ഇങ്ങനെ പറയും. അതിൽ നമ്മൾ പൊതുവേ കേട്ട് വരുന്ന കാര്യം എന്താണ്? ഒന്ന്, ഭർത്താവിന് ദീർഘായുസ് ഉണ്ടാവാൻ. അതിന് പിന്നിൽ ഒരുപാട് തത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ അത് ശരിയാണ്. ആ തത്വം വെച്ച് നോക്കുമ്പോൾ അതിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത് ശരിയാവുക എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വിവാഹിതയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താലി എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് കാണില്ല. കാരണം ഇന്ന് താലി പുറത്ത് ഇടാൻ പറ്റില്ല. എന്തുകൊണ്ടറിയോ? 4 പവൻ്റെ 5 പവൻ്റെ 10 പവൻ്റെയും താലിയാണ്, പോയി കഴിഞ്ഞ ലക്ഷങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഉള്ളിലിടും. പക്ഷേ സീമന്തം അവർക്ക് എപ്പോഴും ഇതാണ്, ഈ പെണ്ണിനെ എന്നെ നോക്കണ്ട, ഈ പെണ്ണ് ഓൾറെഡി വേറൊരാളുടെ അധീനതയിലുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണെന്ന് പറയും. പക്ഷേ ഇത് രണ്ടിനേക്കാളും വളരെ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ സീമന്തത്തിൽ കുങ്കുമം തൊട്ടേ പറ്റൂ. അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ദുരിതമില്ലാതെ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാനല്ലേ നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ഓരോ പെൺകുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ സീമന്തം എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. പല ആൾക്കാരും ഈ മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ സൈഡിൽ മുടി പഴുപ്പെടുത്ത് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ കൊണ്ടുപോയി സീമന്തം തൊടുന്നുണ്ട്. അവിടെയല്ല തൊടേണ്ടത്. ഈ നെറ്റിയുടെ 2 പുരുകം കൂടി വരുന്ന ഈ സ്ഥലത്തിന് പറയുന്നത് ഭ്രൂമധ്യം എന്നാണ് പറയുന്നത്. 2 പുരുകക്കൊടിയുടെ ഇടയിലുള്ളത്. ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ഇവിടെയാണ് എന്ത് വേണ്ടത്? സീമന്തം വരേണ്ടത്. അപ്പുറം ഇപ്പുറം വരാൻ പാടില്ല. പ്രത്യേകം കേൾക്കണം എൻ്റെ സഹോദരിമാർ, അതുപോലെ തന്നെ മക്കൾ പോലെയുള്ള എല്ലാ ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇവിടെയാണ് വേണ്ടത്. ഇവിടെ വരുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. കാരണം ഈ ഭ്രൂമധ്യത്തിൻ്റെ ഇവിടെയാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ഇത് എന്ന് വെച്ചാൽ നമ്മളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഇവിടെയാണ്. അവിടെ ഒരു കാരണവശാലും നമ്മൾ സ്റ്റിക്കർ പൊട്ട് തൊടാനേ പാടില്ല. ഒരു കാരണവശാലും തൊടരുത്. കാരണം എന്താ? ഈ ആജ്ഞാചക്രത്തിൽ കൃത്യമായിട്ട് അന്തരീക്ഷത്തിലുള്ള സൂര്യൻ്റെ ഇതിൽ നിന്നുള്ള ഒരു പ്രധാനമായ ഒരു ഘടകം ഇതിനാവശ്യമാണ്. ഇവിടെ കൂടി കടന്നു പോകുന്ന നാഡീവ്യൂഹങ്ങളുണ്ട്. അതിന് ശക്തി പകരാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാരണവശാലും സ്റ്റിക്കർ പൊട്ട് തൊടാതെ കുങ്കുമം തന്നെ തൊടണം. കുങ്കുമം എന്ന് വെച്ചാൽ സിന്ദൂരം തന്നെ തൊടണം എന്നർത്ഥം.
എന്താ ഈ സിന്ദൂരം തന്നെ തൊടണമെന്ന് പറയാൻ കാരണം? സിന്ദൂരം എന്ന് പറയാൻ എന്താ സാധനം? യഥാർത്ഥത്തിൽ നല്ല ശുദ്ധമായ സിന്ദൂരം അല്ല കുങ്കുമം എന്ന് പറയുന്നത് മഞ്ഞൾ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടിക്കണം, ഉണക്കി പൊടിക്കാം. അതിൽ മഞ്ഞൾ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോലും ഈ മഞ്ഞൾ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതെയാകും. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്രണങ്ങളുണ്ട് അല്ലെങ്കിൽ പഴുപ്പുണ്ട്, മുറിവ് പറ്റി ഈ മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാകും. അപ്പോൾ ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ദുഷിച്ചതിനെയും ഇല്ലാതെയാക്കും, അണുപ്രസരമില്ലാതെയാക്കും. അണുക്കളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലത് മഞ്ഞളാണ്. നമ്മൾക്കറിയാം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം കിടത്തുമല്ലോ, ആ കിടത്തുന്ന സ്ഥലത്ത് ശരിക്കും വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇതിന് ചുറ്റും, മരിച്ചതിന് ചുറ്റും ദീർഘവൃത്താകൃതിയിൽ മഞ്ഞളും അരിപ്പൊടിയും ചേർത്തിട്ടുള്ള ആ പൗഡർ കൊണ്ടൊരു കളം വരക്കും. ചുറ്റും നീളത്തിൽ ദീർഘവൃത്താകൃതിയിൽ അത് വരക്കും. ഇതിൻ്റെ ഉള്ളിൽ ഒരാളും കടക്കരുത്. കാരണം ഈ ശവം വെച്ചിടത്തുനിന്ന് ഈ ഇപ്പുറത്തേക്ക് അണുപ്രസരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വരക്കുന്നത്. ഇന്ന് എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയില്ല, അങ്ങനെ വേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഞ്ഞളിൻ്റെ അകത്ത് ചെറുനാരങ്ങയുടെ നീര് ചേർക്കും. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ തിരുമും. ഇങ്ങനെ തിരുമി കുറേ നല്ല ഇതാക്കിയതിന് ശേഷം നല്ലപോലെ 3-4 ദിവസത്തെ വെയിൽ നല്ലപോലെ കൊള്ളിച്ച് കഴിഞ്ഞാൽ കുങ്കുമായി, സിന്ദൂരായി. പിന്നെ അതിന് മണത്തിന് വേണ്ടി മറ്റു പല സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഈ സാധനമാണ് ഇവിടെയും നമ്മൾ വെക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമാണ്, ഇവിടെയും അതെ. എന്ന് വെച്ചാൽ നമ്മുടെ എനർജി, ഊർജം എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? തലച്ചോറിനെയാണ് ബാധിക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ ഈ തലച്ചോറിലുള്ള എനർജി താഴേക്ക് പോയി കഴിഞ്ഞാൽ ദോഷമാണ്. അതവിടെ തന്നെ വേണ്ടതാണ്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നമുക്കറിയാം, നമ്മൾ തളർന്നു പോകുന്നു എന്ന് പറയാം. ഈ തളർന്നു പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ മാനസികവും ശാരീരികവും തളർന്ന് ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും. ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് രക്തക്കുറവുണ്ടാകുമ്പോഴും സംഭവിക്കും. രക്തക്കുറവുണ്ടാകുന്നത് എപ്പോഴാണ്? അവരുടെ ആർത്തവ പീരീഡ് സമയത്താണ് കൂടുതലുണ്ടാകുന്നത്. ആർത്തവ പീരീഡ് സമയത്താണ് ഇത് കൂടുതലുള്ളത്. അങ്ങനെയുള്ള സ്ത്രീകൾ എപ്പോഴാണ്? പ്രായപൂർത്തിയായ സ്ത്രീകളിലാണ്. പ്രായം ആയിക്കഴിഞ്ഞാൽ, നിശ്ചിത പ്രായമായാണല്ലോ ആർത്തവം ഉണ്ടാവുക. ഈ ആർത്തവമുള്ള സമയത്ത് ഇവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്നും കുറേ രക്തവും മറ്റു കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ശാരീരികമായി തളർന്നു പോകും. ഇതുകൊണ്ടാണല്ലോ പണ്ടുള്ള അമ്മമാർ പറയും, ഈ സമയത്ത് ഈ ആർത്തവമായി കഴിഞ്ഞാൽ സ്ത്രീകളെ നിശ്ചിത ദിവസത്തേക്ക് വേറെ തന്നെ മാറ്റി താമസിപ്പിക്കും. കാരണം എന്താ? അവരൊരു ജോലിയും ചെയ്യാതെ പരിപൂർണ്ണ വിശ്രമം വേണമെന്നുള്ളത് കൊണ്ടാണ് മാറ്റി താമസിപ്പിക്കുന്നത്. നമ്മളൊരു അശുദ്ധിയാണെന്ന്, അശുദ്ധിയല്ല. അവർക്ക് പരിപൂർണ്ണ വിശ്രമമാണ്. കാരണം ഇവിടെ നാളെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളായതുകൊണ്ട് അവൾക്ക് അതിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഫലം അവൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളം പോലും യഥാർത്ഥത്തിൽ അവരുടെ ആ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ അവർ ഏത് റൂമിലാണ് താമസിക്കുന്നത് അവിടെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക. അവർ തിന്ന പാത്രം പോലും അവർ കഴുകാൻ പാടില്ല, അവരെ കൊണ്ട് ചെയ്യിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്ര ഇത് വളരെ കൃത്യമായിട്ട് അവരെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പം ആൾക്കാർ പറയും അത് അശുദ്ധിയുടെ ഭാഗമായി മാറ്റി നിർത്തിയാണെന്ന് പറയുന്നു. അങ്ങനെയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്തോ ആവട്ടെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവർ വിവാഹം കഴിച്ചവരാണെന്നിരിക്കട്ടെ, ഈ വിവാഹം കഴിച്ചവർക്ക് എന്താണെന്നറിയോ? വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവിടെ അമ്മയുണ്ട് സഹായിക്കാൻ, മറ്റ് ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാവും, സഹോദരി ഉണ്ടാവും, സഹോദരന്മാർ, ഇവരൊക്കെ അവിടെ സഹായത്തിനുണ്ടാവും. സ്വന്തം വീട്ടിലാണെങ്കിൽ കിടന്നുറങ്ങിയാലും വിഷയമൊന്നുമില്ല. എന്നാൽ കല്യാണം കഴിഞ്ഞ് അന്യപുരുഷനാണ്, അതിലുള്ള മക്കളുണ്ട്, അവിടെയുള്ള അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ക്ഷീണാണെന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ നമ്മൾ ചിലവെടുത്തടിക്കും. എല്ലാവരും നല്ലവരും ചില സ്ഥലത്ത്. പിന്നെ ഭർത്താവിനോട് പലതും പറഞ്ഞു കൊടുക്കും, അതിലൊരു കുടുംബ ബഹളുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഈ സമയത്ത് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും. ഈ ആർത്തവമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും. ഈ ദേഷ്യം വരുന്ന അവസരത്തിൽ എന്നറിയോ, അതുപോലെ തന്നെ നല്ലപോലെ തലവേദന ഉണ്ടാവും. ഈ സമയത്തായിരിക്കും ചിലപ്പോൾ അടുക്കളയിലോ മറ്റെവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എന്തെങ്കിലും പ്രതികരിച്ചു പോകും. ഭർത്താവിൻ്റെ അമ്മയോ എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിച്ചു പോകാൻ വായിൽ നിന്ന് എന്ത് വാക്ക് പറയുന്നതെന്ന് അവർക്ക് അറിയില്ല. കാരണം ആ ദേഷ്യത്തിനുള്ളിൽ പറഞ്ഞു പോകുന്നതാണ്. ആ പറഞ്ഞു പോയ ശേഷം പിന്നെ അത് ജീവിതകാലം മുഴുവൻ തന്നെ അവിടെ കലഹത്തിനും ചിലപ്പോൾ ഡൈവേഴ്സ് ആവാൻ പോലും അത് മതി. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സീമന്തത്തിൽ കുങ്കുമം തൊടുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായ വശം. അവർക്ക്
ഇത്തരത്തിലുള്ള ആ കുടുംബത്തിലൊരു പ്രശ്നം, കാരണം ഈ അവസരത്തിൽ ഇവരുടെ ശാരീരികമായിട്ടുള്ള എനർജി മുഴുവൻ താഴോട്ട് പോകുന്നത്, ഈ താഴോട്ട് പോകുന്നതിനെ പിടിച്ചു നിർത്താൻ ഈ സീമന്തത്തിലുള്ള ഇതിന് കഴിയും എന്നാണ് പറയുന്നത്. ഈ സീമന്തത്തിൽ ഇവിടെ തൊടുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭ്രൂമധ്യത്തിൻ്റെ ഈ ആജ്ഞാചക്രത്തിൻ്റെ തൊട്ട് മുകളിലാണ് ഇതുള്ളത്, അതിനെ താങ്ങി നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ ആജ്ഞാചക്രത്തിലും തൊടണം, ഇവിടെയും തൊടണം. അപ്പോൾ ശരിക്കും കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം തൊടുന്നത് അവരുടെ ബലഹീനതയെ പിടിച്ചു പോക്കും, അവരുടെ മാനസികമായ തകർച്ചയെ ഉയർത്തിക്കൊണ്ടുപോകും, അവരുടെ താഴ്ന്നു പോകുന്ന എനർജിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സിന്ദൂരത്തിന് കഴിയും. അതുകൊണ്ടാണ് ശക്തിയുടെ പ്രതീകമായ ദുർഗ അല്ലെങ്കിൽ ആദിപരാശക്തിയുടെയൊക്കെ പ്രസാദമായിട്ട് സിന്ദൂരത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നോക്കട്ടെ, ക്ഷേത്രത്തിൽ നമുക്ക് എന്ന് കിട്ടുക രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ദേവിക്കുള്ള എന്തിനെങ്കിലും നമുക്ക് എന്താ കിട്ടുക, സിന്ദൂരമായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടറിയാം, ദേവിയുടെ പ്രതീകം. കാരണം വെച്ചാൽ ശക്തിയുടെ പ്രതീകമാണ്. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രതീകമാണ് ഈ കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം. അത് ആദിപരാശക്തിയുടെ പ്രതീകമാണ്. അപ്പോൾ നമ്മൾക്കെന്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, സ്ത്രീകൾക്ക് ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക്, വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് ഇനിയിപ്പം ആർത്തവായിക്കഴിഞ്ഞാൽ തന്നെ അത് അവരുടെ സ്വന്തം വീടാണ്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുടുംബത്തിൽ എന്നെ അമ്മയോട് 4 തർക്കുത്തരം പറഞ്ഞാലും അമ്മക്കറിയാം എൻ്റെ മോൾക്ക് നാളെ എന്നോട് സ്നേഹം ഉണ്ടായിട്ട് തന്നെയാണ് കുറച്ച് കഴിഞ്ഞ് ശരിയാവുമെന്നറിയാം. പക്ഷേ ഭർത്താവിൻ്റെ അമ്മക്ക് അറിയില്ലല്ലോ, ഭർത്താവിനറിയില്ലല്ലോ. അവിടുത്തെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ പറയും കണ്ട അവൾക്ക് അഹങ്കാരം കണ്ട ഇപ്പോൾ ഈ ഒരു സ്വഭാവമുള്ളവളെയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം തുടങ്ങിയെന്ന് പറയില്ലേ. അപ്പോൾ എന്ത് വേണം, ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ സിന്ദൂരം തൊടുന്ന അവസരത്തിൽ, ഈ അവസരത്തിൽ നമ്മൾ സ്ഥിരമായി തൊടുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പെട്ടെന്ന് കോപം വരിക. ഇവിടെ വളരെ കൃത്യമായിട്ട് വരുന്ന ഈ ഘട്ടങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് പറ്റി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഘട്ടങ്ങളിൽ ഇവരുടെ ഊർജം താഴേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് ലക്ഷ്യമില്ലായ്മ ഉണ്ടാകും. ഈ നമ്മുടെ ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കൂടുതലുണ്ടാവുക. കാരണം എന്താ, അവർക്ക് ഈ ആർത്തവ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രതിവിധി ഒന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന തലവേദന ഉറപ്പായിട്ടുണ്ടാവും, കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ കാഴ്ച പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വളരെ മാനസികമായിട്ട് വളരെ സമ്മർദ്ദത്തിന് അവർ അടിപ്പെട്ടു, ഉത്കണ്ഠയുണ്ടാകും, വിഷാദമുണ്ടാകും, മാനസികമായിട്ട് പല വൈകല്യങ്ങളുണ്ടാകും. ഒരു കാര്യം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അവർക്കൊരു ഇതുണ്ടാവില്ല, ലക്ഷ്യബോധം ഉണ്ടാവില്ല. ഒരു കാര്യത്തിനും അവർക്കൊരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ വിവാഹം കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് ഈ ഭ്രൂമധ്യത്തിലും അതുപോലെ ഈ പറയുന്ന സീമന്തത്തിലും കൃത്യമായി സിന്ദൂരം തൊടുന്ന ആളാണെന്നിരിക്കട്ടെ, അവർക്ക് എന്തൊക്കെ ഗുണമുണ്ടെന്നറിയാം. നിങ്ങളൊരു പരീക്ഷിച്ച് നോക്കിക്കോളൂ, കൃത്യമായിട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അത് തൊടുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവർക്ക് കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നാന്തരം ബോധം ഉണ്ടാകും, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിൽ കൃത്യമായിട്ട് ജാഗ്രതയുണ്ടാകും. കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ സ്ഥലത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം കൃത്യമായി തിരിച്ചറിയാനില്ല. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, ഞാൻ ഈ രീതിയിൽ ചെയ്യണം, ഭർത്താവ് ഇപ്പം വരും അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഭർത്താവിൻ്റെ അമ്മയോട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ജാഗ്രത. ഈ മെൻസസ് ആയിരിക്കുന്ന സമയത്ത്, ഒരു ആർത്തവമായിരിക്കുന്ന സമയത്ത് പോലും ഏതിനും തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ളൊരു ജാഗ്രത അവർക്കുണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായി ലക്ഷ്യബോധം ഉണ്ടാവും, ഞാൻ ഇങ്ങനെ പോയാൽ മാത്രമേ ഇന്ന സ്ഥാനത്തേക്ക് എത്തൂലും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം വഴിയാധാരമാകും എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം അവർക്കുണ്ടാവും. അതുപോലെ ഉറച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും. ഇതൊന്നുമല്ല, ഏത് വലിയ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് അവർക്കുണ്ടാവും. ഈ കൃത്യമായിട്ട് സീമന്തത്തിൽ ഈ കാര്യങ്ങൾ വെക്കുന്നവർക്കാണ് ഈ പ്രത്യേകത കാണുന്നത്. മാത്രമല്ല നല്ലതുപോലെ തന്നെ ക്ഷമയും സഹനശക്തിയും ഈ സ്ത്രീകൾക്കുണ്ടാകും, മറ്റുള്ളവർക്കത് ഉണ്ടാകില്ല. കാരണം അവർ മാനസികമായിട്ട് തകർന്ന് ഇതായി പോവുക. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ വിവാഹം കഴിയുന്ന അവസരത്തിൽ ഭർത്താവ് തന്നെയാണ് സീമന്തത്തിൽ ഇതങ്ങ് തൊട്ട് തരുന്നത്. ഈ സീമന്തത്തിൽ ഇത് തൊട്ട് തന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മായാനിട വരുത്. എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഇത്രയും കാലം ഞാൻ ഒറ്റക്കായിരുന്നു, ഇനി അങ്ങനെയല്ല. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, എൻ്റെ വീട്ടിലുള്ള അമ്മേൻ്റെ കാര്യം നോക്കിയിട്ടെങ്കിലും വിഷയം വരുന്നില്ല. കാരണം അമ്മക്കറിയാം മോള് ഇങ്ങനെ മടിച്ച് കോതയാണെന്ന്, അതുകൊണ്ട് വിഷയമില്ല. പക്ഷേ അവിടെ പോയി കഴിഞ്ഞത് പറയിക്കാൻ പറ്റും. അതുകൊണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട്, ഭർത്താവിൻ്റെ അച്ഛനുണ്ട്, അവരെ എൻ്റെ അമ്മയെയും അച്ഛനെയും പോലെ തന്നെ പരിപാലിക്കണം. അവരുടെ സഹോദരങ്ങളുണ്ട്, അവർക്കെല്ലാം ഞാൻ ചേട്ടത്തെ അമ്മയാണ്.
അതുപോലെ അവിടെ ആ കുടുംബത്തിന് മൊത്തം ഉത്തരവാദിത്തം എൻ്റെ തലയിലാണ് വരുന്നത്. ഇനി നാളെ നമുക്ക് മക്കളുണ്ടാവും, അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് താങ്ങായിട്ടാണ് ഈ പരാശക്തിയുടെ പ്രതീകമായിട്ടുള്ള സീമന്തത്തിലേക്ക് അങ്ങോട്ടൊക്കെ പോയി ചെയ്യുന്നത്. നമ്മൾ പറയല്ലോ, നമ്മളിപ്പോൾ ഒരു മത്സരത്തിന് പങ്കെടുക്കുന്നിരിക്കട്ടെ, മത്സരത്തിന് പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഓട്ടവും ചാട്ടം കൊണ്ട് നമ്മൾ എനർജിക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ കഴിക്കണം, എന്ന് നമുക്കൊരു എനർജി ഉണ്ടാവും. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ബ്രഹ്മി കൊടുക്കണം എന്ന് പറയും, അവർക്ക് നല്ലോണം ബുദ്ധി വികാസം ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് അവർ ആ വിവാഹ വേദിയിൽ വെച്ചിട്ട് അവരുടെ ഭർത്താവ് അവരുടെ സീമന്തത്തിൽ തൊട്ടു കൊടുക്കുകയാണ്. ഇനി നിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം, കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട്, അതിനതിജീവിക്കാൻ ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് അവിടെ തുടങ്ങുന്നത്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വർണ്ണപ്പൊടിയല്ല നമ്മൾ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ഔഷധ ഗുണമുള്ള ഈ മഞ്ഞളും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഇതൊക്കെ ചേർന്നിട്ടുള്ള സാധനം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ അത് ചെയ്താണ് ഉത്തമം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം, നല്ല പരിശുദ്ധിയുള്ള സാധനം കിട്ടുമെങ്കിൽ അത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഗുണം കിട്ടുക. നല്ലതുപോലെ ക്ഷമയുണ്ടാവും, സഹനശക്തി ഉണ്ടാവും, എന്തിനേയും നേരിടാനുള്ള മാനസികമായ കരുത്തുണ്ടാവും. കാരണം നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ആജ്ഞാചക്രത്തിലൂടെ. ഇവിടെയാണ് ആജ്ഞാചക്രം എന്ന് വെച്ചാൽ ഭ്രൂമധ്യത്തിലാണ് ആജ്ഞാചക്രം ഉള്ളത്. അപ്പോൾ ഈ ഭ്രൂമധ്യത്തിൽ ഈ ആജ്ഞാചക്രം എന്ന് പറയും, അജ്ഞാചക്രം എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ചക്രത്തിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ശക്തിയും കഴിവും കരുത്തും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ അവിടെ തൊടുന്നത്. ഇങ്ങനെ തൊടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം കുറയും. കൃത്യമായി തൊടുന്നതാണ്, എപ്പോഴും തൊടുന്ന ആൾക്കല്ല. എന്തെങ്കിലും കണ്ട് പെട്ടെന്ന് പ്രകോപനം വന്നിട്ട് ചിരവിയെടുത്ത് അടിക്കുന്ന അതൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ അല്ലാത്ത ആൾക്കാർ, ഇത് ചെയ്യാത്ത ആൾക്കാരില്ല, ഇത് നമ്മളിപ്പം സ്വാഭാവികമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, ഈ സീമന്തത്തിൽ തൊടുന്നില്ല, ഭ്രൂമധ്യത്തിൽ വെക്കുന്നില്ല, അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാകും. പ്രകോപനം ഒന്ന് പറയും, രണ്ടാമത്തെ പ്രകോപനത്തിൽ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല. നമ്മുടെ സ്വഭാവം മാറണമെങ്കിൽ നമ്മൾ തീരുമാനിച്ച് ഇന്ന് മാറ്റം വരുത്തണം. അതുപോലെ ചില ആൾക്കാരോട് ശത്രുതാപരമായിട്ട് പകവെച്ചിട്ട് പെരുമാറും, അതൊന്നും ഉണ്ടാകില്ല. അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നന്നാവണമെന്നുണ്ടെങ്കിൽ, എല്ലാവരുടെ ഹൃദയത്തിലും എനിക്ക് സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ, എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ ഈ മാറ്റം വരുത്തുക. നമ്മുടെ സ്വഭാവം നമ്മൾ അറിയാതെ മാറുന്ന കാണാം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ അറിയാതെ തന്നെ മാറുന്ന കാണാം. പക്ഷേ ഇതെങ്ങനെ തൊടുക? ഈ തൊടുന്നതിനൊരു പ്രത്യേകത ഉണ്ട്, എങ്ങനെയും തൊടാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ശരീരശുദ്ധിയോടുകൂടി വേണം ഇത് തൊടാൻ വേണ്ടി. ഇപ്പം നമ്മൾ തല നല്ലപോലെ കുളിച്ച്, ശരീരം നല്ലപോലെ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ പറയുന്ന സിന്ദൂരം അവിടെ തൊടാൻ വേണ്ടിയിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ പൂജിച്ച് കൊണ്ടുവന്നിട്ട് അതാണ് ചെയ്യുക, അതിൻ്റെ കൂടി എനർജി ഉണ്ടാവട്ടെ എന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഉത്തമമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറുക ഈ പറയുന്ന ഇവിടെയാണ് തൊടേണ്ടത്. ഈ ഭ്രൂമധ്യത്തിൻ്റെ നേരെ വേണം വരാൻ വേണ്ടി. അതിനനുസരിച്ച് മുടി പകുത്തെടുത്തിട്ട് അവിടെയാണ് വെക്കാൻ വേണ്ടത്. മുടീൻ്റെ ഇവിടെ കൊണ്ടുപോയി തൊടരുത്. ഈ സൈഡിലെല്ലാം തൊടുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കടയിൽ നിന്ന് കിട്ടുന്ന കളർ പൊടികളല്ല തൊടേണ്ടത്. പിന്നെ ഈ സീമന്തരേഖയുണ്ടല്ലോ, ആ സീമന്തരേഖയിൽ നിറയുന്ന തരത്തിൽ വേണം തൊടാൻ പറ്റുക. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ തൊട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അവിടത്തേക്ക് ശരിക്കും ഇത് നിറഞ്ഞ് കാണണം. ആ വിധത്തിൽ ആ സീമന്തരേഖയിലേക്ക് നീളത്തിൽ ഒന്ന് എഴുതിയ പോലെ അങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാവുന്ന തരത്തിൽ വെറുതെ ഒരു പൊട്ട് തൊടുകയല്ല ഉണ്ട്. അതിന് ഗുണം നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിന്ദൂര രേഖയിൽ മുഴുവനായിട്ടും ഇത് അണിയണം എന്നർത്ഥം. എന്നിട്ടോ ഇത് അണിയുമ്പോഴാണ് ഈ പറയുന്ന സ്ത്രീകളിൽ ഈ ആജ്ഞാചക്രം ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഇത് ആ തരത്തിൽ തന്നെ നമ്മൾ ഇതിൽ തടുക. പിന്നെ എങ്ങനെ വേണം ഇത് ചെയ്യുന്ന ആൾക്കാർ? ചില ആൾക്കാർ ഈ നാലാമത്തെ വിരൽ, ചന്ദനം തൊടുന്ന ഈ വിരൽ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ ഇതാകുന്നുണ്ട്. ശരിക്കും ഈ നാലാമത്തെ വിരലും ഈ പറയുന്ന ഈ വിരലും കൂടി, ഇത് ചുണ്ടൻ വിരലും കൂടി എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തൊടുന്നതാണ് ഉത്തമം. താഴേന്ന് മേലോട്ടേക്ക് വേണം തൊടാൻ വേണ്ടി, മുകളിൽ താഴോട്ടേക്ക് തൊടരുത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നറിയോ? നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ ലോകത്തിന് എപ്പോഴും മാതൃകയായിരുന്നു. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അവരോളം സഹനശക്തിയുള്ളത് ഭൂമിയിൽ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും നല്ല കുടുംബ ബന്ധം നിലനിൽക്കുന്നത് ഭാരതത്തിലായിരുന്നു. ഇന്നത് മാറി. കാരണം എന്താ പറയുക, ഇന്ന് ആർക്കും സീമന്തത്തിൽ കുങ്കുമം തൊടുന്നില്ല. അതെല്ലാം ഒരു മോഡേണായിട്ട് അവരിപ്പോൾ ഒഴിവാക്കി. ചില ആൾക്കാർ ഒരു പേസ്റ്റ് പോലത്തെ സാധനം ഇട്ട് ഇങ്ങനെ വലിക്കുന്നതൊക്കെ ഉണ്ട്. അല്ല, സഹനശക്തി, കുടുംബത്തിനോടുള്ള ബന്ധം, മക്കളോടുള്ള സ്നേഹം, ഭർത്താവിനോടും എല്ലാവരോടുള്ള സ്നേഹം, എന്ത് കാര്യങ്ങളും നേരിടാനുള്ള മാനസികമായ കരുത്ത് പണ്ട് ഡൈവേഴ്സ് ഉണ്ടാവാറില്ല.
ഇന്ന് അങ്ങനെയല്ല, തൊട്ട് പറഞ്ഞ് രണ്ടാമത്തിന് ഡൈവേഴ്സാണ്. ഇതൊക്കെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതേ പറ്റുള്ളൂ. കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ പോകും. ഭർത്താവ് കള്ളുകൂടിയനായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് വൃത്തികെട്ടവനാവട്ടെ, അവനൊക്കെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ ഈ സ്ത്രീകൾക്ക് കഴിയും. അതിനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടാകും. പണ്ടത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പണ്ട് വെച്ചാൽ ഈ ഡൈവേഴ്സും ഉണ്ടാവാറില്ല. എന്ത് കുടുംബത്തിൽ നോക്കിക്കൊള്ളൂ, അടിയും പിടിയും ബഹളം ഉണ്ടെങ്കിൽ പോലും ആ അമ്മ അത് പുഷ്പം പോലെ കൈകാര്യം ചെയ്യും. നമ്മുടെയൊക്കെ പൂർവികരെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്നത്തെ സ്ത്രീകൾ 8ഉം 10ഉം പ്രസവിച്ചിട്ടും ആ കുടുംബത്തെ ഒരു അല്ലലും അലച്ചിലുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത് അവരുടെ ഇച്ഛാശക്തിയാണ്. നമ്മുടെ പുരാണത്തിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്ത്രീകൾക്കും അത്രയും കഴിവുണ്ടായിരുന്നു. ആ കഴിവിനൊക്കെ കാരണം എന്താണെന്നറിയോ? അവരുടെ ജീവിത രീതിയായിരുന്നു. ഇത് നമുക്ക് നേടിയെടുക്കാൻ വേറെ ഒരു വഴിയുണ്ട്. എന്ന് വെച്ചാൽ യോഗയിലൂടെ ഈ ചക്രത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. യോഗ ചെയ്തിട്ട് അതിന് നല്ലൊരു ആചാര്യനെ കണ്ടിട്ട് അതിലൂടെ നിങ്ങൾക്ക് നിരന്തരം യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സീമന്തത്തിൽ തട്ടിട്ടേക്ക് വലിയ കാര്യമൊന്നും ഗുണമൊന്നുമില്ല. ഇത് വേണമെന്നില്ല എന്നർത്ഥം. സീമന്തത്തിൽ നമ്മൾ തൊടുന്നുണ്ടല്ലോ, അതില്ലെങ്കിൽ സാല കൃത്യമായിട്ട് ഇതിനനുസരിച്ചുള്ള ഒരുപാട് യോഗകളുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, പക്ഷേ ഇതൊന്നും വേണ്ട. യോഗ ചെയ്യുന്നാൽ ചെയ്തോട്ട് കുറച്ചും കൂടി ഗുണം കിട്ടും. പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ അമ്മമാരോട് പറയുക, കുടുംബത്തിൽ പ്രശ്നങ്ങൾ പകുതിയോളം കുറയാനും ഈ ഒറ്റ കാര്യം മതി. കാരണം അവിടെ നിങ്ങൾ നോക്കൂ, ഒരു പുരുഷൻ സംസാരിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഒരു സ്ത്രീ സംസാരിക്കും ഒരു ദിവസം. നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ എനർജി എത്ര പോകുന്നുണ്ടെന്നറിയാം. ഒരു പുരുഷൻ നടക്കുന്നതിൻ്റെ 10 ഇരട്ടി സ്ത്രീകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നറിയോ? വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകും, ബെഡ്റൂമിൽ നിന്ന് പിന്നെ ഈ ബാത്റൂമിലേക്ക് പോകും, മുറ്റത്തേക്ക് പോകും, ഈ വീടിന് ചുറ്റും അടിച്ചു വാരുന്നു, തുണി കഴുകാൻ പോകുന്നു, അതുപോലെ തന്നെ പാത്രം കഴുകാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കുന്നത് വരെ റെസ്റ്റില്ലാതെ നടക്കുകയാണ് അവർ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 19 കിലോമീറ്ററെങ്കിലും അവർ നടക്കുന്നുണ്ടാവും. എന്നാൽ പുരുഷന്മാരിൽ ലോട്ടറി കച്ചവടക്കാരും ബസ്സിലെ ഈ ടിക്കറ്റ് മുറിക്കുന്ന ആളും ഒഴികെ ബാക്കി ഒരുവിധം എല്ലാ ആൾക്കാരും ഇവരുടെ 10-1 പോലും നടക്കുന്നില്ല. അപ്പോൾ കഠിനാധ്വാനികളാണ് അവർ. ആ കഠിനാധ്വാനികളായ അവർക്ക് അതിനെല്ലാം നേരിടാനുള്ള ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആചാരങ്ങളാണ്, നമ്മുടെ അനുഷ്ഠാനങ്ങളാണ്. നമ്മളറിയാതെ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിനെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇന്നു മുതൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ മക്കളോട് പറയുക, നമ്മുടെ ഭാര്യമാരോട് പറയുക, അമ്മമാരോട് പറയുക, സഹോദരിമാരോട് പറയുക, സീമന്തത്തിൽ നിർബന്ധമായിട്ടും കുങ്കുമം തൊടുക എന്ന്. അല്ലാതെ ഇപ്പം വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ അവരോട് പറയേണ്ട വെച്ചാൽ ഈ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ഭ്രൂമധ്യം, അവിടെയെങ്കിലും അവരോട് തൊടാൻ പറയാം. പിന്നെ അതിനനുസരിച്ചുള്ള യോഗകളും ചെയ്യാൻ പറയാം. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി സഹോദരിമാർക്കും മറ്റുള്ളവർക്കെല്ലാം തന്നെ കുടുംബങ്ങളുടെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിലൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ടെന്നറിയാം? ഇതുപോലുള്ള നിരവധി വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് വരുന്നത് അങ്ങനെ ഒരു വീഡിയോ 1-2 കാണാമെന്ന് പറയും. നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതിന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിവിടെ മാത്രമല്ല, ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ നിരവധി വീഡിയോകളുണ്ട്. ആ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട്. അതിനെന്ത് വേണം? ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ചിത്രം കാണുന്നുണ്ടല്ലോ, വീഡിയോ, അതിന് തൊട്ട് താഴെ അത് ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ട് നോക്കൂ. അവിടെ ഒന്ന് തൊടുക. ആ തൊടുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. ആയല്ലോ, ഇതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഒന്നും ചെയ്യണമെന്നില്ല. ഇനി നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ചെയ്താൽ അവസാനം വരെ എത്ര കാലം വേണം ചെയ്യാം. അതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ യൂട്യൂബിൻ്റെ മെമ്പറാവാൻ പറ്റുന്ന ആൾക്കാർക്ക്, ഈ ചാനലിൻ്റെ മെമ്പറാവാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യുകയും ചെയ്യാം. അത് ജോയിൻ ഉണ്ട്, അതവിടെ തൊട്ട് കൊടുത്താൽ മതി എന്നർത്ഥം. എന്തോ ആവട്ടെ. അപ്പോൾ ഈ വിഷയത്തെ, പ്രഭാഷണത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.